നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, FTSE പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ക്ലാസ്സിൽ നമ്മൾ FTSE കോഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ FTSE ആദ്യ ചാപ്റ്ററിലേക്ക് വരികയാണ്. ആദ്യ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. ബേസിക് ഇലക്ട്രിസിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കോഴ്സ് ഫീൽഡ് ടെക്നീഷ്യൻ എയർ കണ്ടീഷണർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷണറിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രാഥമിക വിവരങ്ങൾ നമുക്ക് അറിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം. എയർ കണ്ടീഷനിങ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ആദ്യം നമുക്ക് എന്താണ് എയർ കണ്ടീഷനിങ് എന്ന് നോക്കാം. നമുക്കറിയാം, നമുക്കുള്ള ഒരു എയർ കണ്ടീഷൻ ചെയ്ത റൂമിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് തണുപ്പാണ്. അപ്പോൾ നമ്മുടെ കംഫർട്ടിന് ടെമ്പറേച്ചർ ഒരു ഘടകമാണ്. അപ്പോൾ ഒന്നാമത് ടെമ്പറേച്ചർ. ഇപ്പൊ ടെമ്പറേച്ചർ കൺട്രോളിങ് എയർ കണ്ടീഷന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത് നമുക്കെല്ലാം അറിയാം ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള വാട്ടർ വേപ്പറിന്റെ അളവ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചറിന്റെ അളവ്, ഈർപ്പത്തിന്റെ അളവ്, അതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി കൂടുന്നതും കുറയുന്നതും നമ്മുടെ കംഫർട്ടിനെ ബാധിക്കും. രണ്ടാമത്തെ ഘടകം ഹ്യൂമിഡിറ്റി. ടെമ്പറേച്ചർ ഇന്ത്യൻ കണ്ടീഷനിൽ 25 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കംഫർട്ടബിൾ റേഞ്ച് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ ഹ്യൂമിഡിറ്റി 50%. ഹ്യൂമിഡിറ്റി 50% ആണ് കംഫർട്ടബിൾ ആയിട്ട് എടുക്കുന്നത്. ഈ രണ്ട് ഘടകങ്ങളും കൺട്രോൾഡ് ആണെങ്കിൽ പോലും നമുക്ക് കംഫർട്ട്നെസ് ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പൊ ക്വാളിറ്റി ഓഫ് എയർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്വാളിറ്റി ഓഫ് എയർ. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകാൻ പാടില്ല, ബാഡ് സ്മെൽ ഉണ്ടാകാൻ പാടില്ല, ശുദ്ധമായിട്ടുള്ള വായു ആയിരിക്കണം. അതേപോലെ ഒരു ഫാക്ടറാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൺട്രോൾ. നമ്മളൊരു എയർ കണ്ടീഷൻ ചെയ്ത റൂമില് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ 50 കുട്ടികൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എയർ കണ്ടീഷനിങ് സിസ്റ്റം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്കറിയാം, എയർ കണ്ടീഷണർ റൂമിനകത്തുള്ള എയറിനെ തന്നെ കൂള് ചെയ്ത് കണ്ടീഷൻ ചെയ്ത് റൂമിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കും. എയർ ചേഞ്ച് ആവശ്യമാണ്. ഫ്രഷ് എയർ കടക്കേണ്ടത് ആവശ്യമാണ്. എയർ സർക്കുലേഷൻ ആവശ്യമാണ്. അപ്പൊ ഇത് 3 ഘടകങ്ങളാണ്: ടെമ്പറേച്ചർ കൺട്രോൾ, ഹ്യൂമിഡിറ്റി കൺട്രോൾ, ക്വാളിറ്റി. ഇത് 3 മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എയർ കണ്ടീഷനിങ് ഇൻഡസ്ട്രിക്ക് ഇന്നത്തെ രീതിയിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം അതിനുശേഷം ഏകദേശം 120 വർഷത്തെ ചരിത്രം ആണ് ഇന്ന് മോഡേൺ രീതിയിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം വന്നതിന് ശേഷമുള്ളത്. നമുക്ക് ആ ഹിസ്റ്ററിയിലോട്ട് ചെറുതായിട്ട് ഒന്ന് നോക്കാം. പ്രിയ കുട്ടികൾക്ക് VHSC വിഭാഗം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത്, പത്തനംതിട്ട. ഈ AC-യുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം, അതായത് 1902 കൃത്യമായി പറയുകയാണെങ്കിൽ അമേരിക്കയിലെ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രവർത്തന കാര്യങ്ങൾക്ക് വേണ്ടി ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ മെക്കാനിക്കൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. വില്ലി H. കാരിയർ എന്ന് പറയുന്ന ആ യുവ എഞ്ചിനീയറാണ് ശരിക്കും എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. 1902 അമേരിക്കയിലെ വില്ലി H. കാരിയർ എന്ന് പറഞ്ഞ എഞ്ചിനീയറാണ് ശരിക്കും എയർ കണ്ടീഷനിങ് സിസ്റ്റം ആദ്യമായി കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 1940 അദ്ദേഹം 45 അദ്ദേഹം കാരിയർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ എയർ കണ്ടീഷനിങ് നിർമ്മാണ ഒരു യൂണിറ്റ് തന്നെ സ്ഥാപിച്ചു. ഇന്ന് അറ്റ് പ്രസന്റ് 2020 ലോകത്തെ ഏറ്റവും വലിയ എയർ കണ്ടീഷനിങ് നിർമ്മാതാക്കളാണ് കാരിയർ. ആ കാരിയറിന്റെ ഉടമസ്ഥനായ വില്ലി H. കാരിയർ അന്ന് കണ്ടുപിടിച്ച സിസ്റ്റം ഇന്ന് ലോകമെമ്പാടും പരന്നു ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖലയായി അത് പടർന്നു പന്തലിച്ചു. റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് സിസ്റ്റങ്ങളുടെ ഹിസ്റ്ററി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ടെമ്പറേച്ചർ. എങ്ങനെയാണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്?
നമുക്കറിയാം ഒരു തണുത്ത പ്രതലത്തിൽ കൂടി വായു പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വായു തണുക്കും. ഒരു എയർ കണ്ടീഷനിങ് ചെയ്യുന്ന സിസ്റ്റത്തില് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. കൂളിംഗ് കോയിലിൽ കൂടി എയറിനെ കടത്തിവിട്ട് തണുപ്പിച്ച് റൂമിലേക്ക് വിടുന്നു. അപ്പോൾ ഒരു കോയിൽ എപ്പോഴും കൂളായിട്ടിരുന്നെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തണുപ്പ് കിട്ടത്തുള്ളൂ. അവിടെയാണ് നമ്മൾ റെഫ്രിജറേഷന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. റെഫ്രിജറേഷൻ എന്താണ്? റെഫ്രിജറേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റൂം റെഫ്രിജറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെന്ന് വിചാരിക്കുക. പുറത്തും 32 ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ട്. ഈ റൂമിലെ ടെമ്പറേച്ചർ പുറത്തെ ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ഒരു നിലയിലേക്ക് കൊണ്ടുവരിക. പുറത്ത് 32 ഡിഗ്രി സെന്റിഗ്രേഡും ആണ്, ഇവിടെ 25 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഈ റൂം റെഫ്രിജറേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. മെയിൻറ്റെയിൻ എ ടെമ്പറേച്ചർ ലോവർ ദാൻ സറൗണ്ടിങ്. ഒരു സ്പേസിലെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചറിനേക്കാൾ കുറച്ചു കൊണ്ടുവരുന്നതിനാണ് നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. റെഫ്രിജറേഷനും കൂളിങ്ങും രണ്ടും ഒന്നാണോ? റെഫ്രിജറേഷനും കൂളിങ്ങും നമുക്ക് കേൾക്കുമ്പോൾ ഒന്നുപോലെ തോന്നുന്നെങ്കിലും രണ്ട് കാര്യങ്ങളാണ്. അതെന്താണെന്ന് നമുക്കൊരു ചെറിയ എക്സ്പെരിമെന്റിൽ കൂടി മനസ്സിലാക്കാം. ഇവിടെ ഒരു ഗ്ലാസ്സിലെ പച്ചവെള്ളം ഇരിപ്പുണ്ട്. ഞാൻ ചൂടുവെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. നമുക്കറിയാം ചൂടുവെള്ളമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിനെന്ത് സംഭവിക്കും? ഇത് തണുക്കും. തണുത്ത് കഴിഞ്ഞ് ഇത് രണ്ടും ഒരേ ടെമ്പറേച്ചർ ആകുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? ഇത് കൂൾ ചെയ്യുന്നു. അതേസമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ഇടുകയാണ്. ഐസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ടെമ്പറേച്ചർ ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചറിനേക്കാൾ താഴെ പോകുന്നു. നിലവിലുള്ള ടെമ്പറേച്ചറിനേക്കാൾ താഴെ പോകുന്നു. അതായത് ഇവിടെ ചൂടുവെള്ളം തണുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തി. ഇത് കൂളായി എന്ന് നമുക്ക് പറയാം. ഇത് തണുത്ത് റൂം ടെമ്പറേച്ചറിലും താഴെ പോകുന്നു. അതായത് ചുറ്റുമുള്ള ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു. അതിനെയാണ് നമ്മൾ റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കൂളിങ്, ചൂടുവെള്ളം തണുക്കുന്നതിനെ കൂളിംഗ് എന്നും, തണുത്തു കഴിഞ്ഞാൽ അത് എത്തുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചറിലേക്കാണ്. സറൗണ്ടിങ് ടെമ്പറേച്ചറിനേക്കാൾ താഴെ പോകുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ റെഫ്രിജറേഷൻ എന്നും പറയുന്നു. ഇതാണ് കൂളിങ്ങും റെഫ്രിജറേഷനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളുടെ എല്ലാം വീടുകളിൽ റെഫ്രിജറേറ്ററുകളുണ്ട്. റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി നമ്മൾ ഏത് യൂണിറ്റിലാണ് പറയുന്നത്? റെഫ്രിജറേറ്റർ നമ്മൾ ലിറ്ററിലാണ് പറയുന്നത്. നമുക്കറിയാം 165 ലിറ്ററിന്റെ ഉണ്ട്, 200 ലിറ്റർ ഉണ്ട്, അങ്ങനെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഉണ്ട്. 325 ഉണ്ട്, വൈഡ് റേഞ്ച് ആയിട്ടുള്ള റെഫ്രിജറേറ്റർ ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് ലിറ്ററിലാണ്. എന്താണ് ലിറ്ററിൽ പറയുന്നത്? അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻസൈഡ് വോളിയമാണ്. ആ ക്യാബിന്റെ ഇൻസൈഡ് വോളിയമാണ് ഒരു റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി നമ്മൾ എപ്പോഴും ലിറ്ററിലാണ് പറയുന്നത്. അതേസമയം എയർ കണ്ടീഷണറിന്റെ ആണെങ്കിൽ നമ്മൾ ടണ്ണിലാണ് പറയുന്നത്. 2 ടണ്ണുണ്ട്, TON ടണ്ണും TONNE ടണ്ണും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഈ ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 പൗണ്ട്സ്, 2000 പൗണ്ട് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ 907 kg. ഇത് ഷോർട്ട് ടൺ എന്ന് പറയും. ഇത് ലോങ് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1016 kgs ആണ് ലോങ് ടൺ എന്ന് പറയുന്നത്. നമ്മൾ റെഫ്രിജറേഷന്റെ ആപ്ലിക്കേഷനിൽ എടുക്കുന്നത് ഈ ടണ്ണാണ്, TON ടണ്ണാണ്, 907 kgs. ഇതാണ് നമ്മൾ എയർ കണ്ടീഷനിങ് ആപ്ലിക്കേഷനിൽ എടുക്കുന്നത്. അപ്പൊ എയർ കണ്ടീഷണർ നമ്മൾ പറയുന്നത് എപ്പോഴും ടണ്ണിലാണ് പറയുന്നത്. എന്താണ് ഒരു ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൺ ഐസ്. ഐസിന്റെ ടെമ്പറേച്ചർ നമുക്കറിയാം 0 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒരു ടൺ ഐസ്, ഒരു ടൺ ഐസ് 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ നിന്നും 0 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള വാട്ടർ ആകുമ്പോൾ ഉണ്ടാകുന്ന കൂളിംഗ് എഫക്റ്റ്. നമുക്കറിയാം ഐസ് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസ് ഉരുകും. ഐസ് ഉരുകുമ്പോൾ അതിന് ചുറ്റും എന്തോ ഉണ്ടാകും? തണുപ്പുണ്ടാകും. അപ്പൊ ഒരു ടൺ ഉരുകാൻ നേരം 0 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള ഐസ്
0 ഡിഗ്രി സെന്റിഗ്രേഡിലോട്ടുള്ള വാട്ടറായി മാറുമ്പോഴുള്ള കൂളിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എയർ കണ്ടീഷണറിന്റെ യൂണിറ്റ് എപ്പോഴും നമ്മൾ പറയുന്നത് ടണ്ണിലാണ് എയർ കണ്ടീഷണറിന്റെ യൂണിറ്റ് പറയുന്നത്. നമ്മുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്തെല്ലാം ടണ്ണും പറഞ്ഞേക്കും. 1 ടൺ എ സി 12,000 BTU എന്ന് പറഞ്ഞിരിക്കും. എന്താണ് BTU? ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ആണ്. അതായത് 1 ടണ്ണുള്ള എ സി അത് 12,000 BTU ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 BTU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പൗണ്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഫാരൻഹീറ്റ് റേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ അളവിനെയാണ് നമ്മൾ BTU എന്ന് പറയുന്നത്. അപ്പൊ 12,000 BTU എന്നാണ് നമ്മൾ പറയുന്നത്. 12,000 BTU ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും 1 ടൺ ഓഫ് എ സി വെച്ചാൽ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺവേർഷനും ടൺ ടു BTU ആൻഡ് കിലോവാട്ട് അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് ഇലക്ട്രിസിറ്റിയിലേക്ക് പോകാം. ബേസിക് ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. നമ്മുടെ നിത്യജീവിതത്തില് കറണ്ട് ഉണ്ടാകുന്നതിന് പ്രകൃതിയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഉദാഹരണം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അന്നേരം വരും ലൈറ്റ്നിങ് അല്ലെങ്കിൽ മിന്നൽ എന്നായിരിക്കും. നമുക്കറിയാം കറണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. നമ്മുടെ എയർ കണ്ടീഷണർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് എന്ത് കൂടിയേ പറ്റൂ? ഇലക്ട്രിസിറ്റി കൂടിയേ പറ്റൂ. അപ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇലക്ട്രിക് കറണ്ട്, എന്താണ് AC കറണ്ട്, എന്താണ് DC കറണ്ട്, അതുപോലെ ലാസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഓംസ് ലാസ്, ക്രിച്ചോഫ് ലാ, അതുപോലെയുള്ള ലാസ് ഓഫ് ഇലക്ട്രിസിറ്റി, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, ഇലക്ട്രിക്കലുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സിമ്പിൾ എക്സ്പെരിമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ള യൂണിറ്റിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് ഉള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആറ്റത്തിന്റെ ഡീറ്റെയിൽസിലോട്ടോ ഇലക്ട്രോൺസിലോട്ടോ ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ആറ്റത്തിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കുന്നില്ല. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി എന്ന് നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് ചാർജ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാം. നമ്മൾ ഇലക്ട്രിക് ഫ്ലോ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2-3 ചോദ്യങ്ങൾ മുന്നിലോട്ട് വെക്കുകയാണ്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ്? എന്താണ് കറണ്ട്? എന്താണ് കറണ്ടിന്റെ യൂണിറ്റ്? അതേപോലെ എന്താണ് റെസിസ്റ്റൻസ്? എന്താണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്? ഓരോന്നും മെഷർ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനു മുമ്പ് അതിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സംശയങ്ങൾ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യുക. വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തുക. ഓക്കെ, താങ്ക് യു.